ഒരു ഈഗോ ഉണ്ടെങ്കിൽ വർക്ക് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. എന്ത് പറഞ്ഞാലും ഞാൻ ശ്രദ്ധിച്ചു, വളരെ എന്ത് പറഞ്ഞാലും അത് കേൾക്കും, ലിസൺ ചെയ്യും പുള്ളി. മിക്കവാറും അത് അതിനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ, അത് എടുത്ത് അവിടെ ഉപയോഗിക്കാനേ പുള്ളി ശ്രമിക്കത്തുള്ളൂ. നമ്മുടെ സജഷൻസ് ഒക്കെ ആരാണെങ്കിലും ഒരു നൂലിൽ കോർക്കുന്ന മുത്തുമാലകളാണ് എല്ലാവരും, അല്ലെ? ബോയ് ഉൾപ്പെടെ, നമുക്ക് ചായ കൊണ്ട് തന്നുന്ന ബോയ് ഉൾപ്പെടെ. അങ്ങനെ വരുമ്പോൾ ആ ഒരു ടീം വർക്ക് ആവുള്ളൂ. പിന്നെ അതിനുവേണ്ടി നമ്മൾ എല്ലാവരും ചെയ്യുന്നു. പപ്പേട്ടൻ പറഞ്ഞല്ലോ, പപ്പേട്ടൻ ചെയ്തു വെച്ചിരുന്ന സിനിമകൾക്ക് വേറെ രീതിക്കാണ്, അല്ലെ? വലിയ വലിയ സിനിമകൾ ചെയ്ത പപ്പേട്ടൻ ഈ ഇത്തരം ഒരു സബ്ജക്റ്റിലേക്ക് വരും എന്ന് ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചല്ല. ഞാൻ തുടങ്ങിയത് അമ്മക്കളിക്കൂടെ അവിടെ നിന്ന് മാറില്ല. പപ്പേട്ടൻ പിന്നീട് വന്ന യാത്ര വേറെയാണ്, വേറെ സിനിമകളാണ്. അതേപോലെ പഴയ ആ തട്ടകത്തിലേക്ക് തന്നെ വരുന്നു. അതിന്റെ ഒരു കാരണമായിട്ട് ഞാൻ കാണുന്നത്, ഇപ്പൊ പപ്പേട്ടനെയൊക്കെ നമുക്കൊരു ഫാമിലി സിനിമകൾ വരുന്നില്ല എന്ന് ഞാൻ പറഞ്ഞാൽ തെറ്റില്ല. സത്യം കാലഘട്ടത്തിലൊക്കെ നമ്മൾ ഫാമിലി സിനിമകൾ കണ്ട് നമ്മൾ ഭയങ്കര ചെയ്യുന്ന ആ കാലഘട്ടത്തിൽ. ഇപ്പൊ ഫാമിലിക്ക് വേണ്ടി, ഫാമിലി എന്ന് മാത്രം ഞാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെയല്ല, എല്ലാവർക്കും വേണം സിനിമ. ഫാമിലിക്കും കൂടെ കുറച്ച് കൊള്ളാവുന്ന സിനിമകൾ വരുന്നില്ല എന്ന് ഞാൻ പറഞ്ഞാൽ ഒട്ടും തെറ്റില്ല എന്നാണ് ഞാൻ വിചാരിക്കും. ശരിയാണെന്ന് തന്നെ ഉറപ്പാണ്. അപ്പോൾ അത്തരം ഒരു രീതിയിലേക്ക് പപ്പേട്ടൻ വരുമ്പോൾ നമുക്കൊക്കെ ഒത്തിരി പ്രതീക്ഷയാണ് ഈ സിനിമ. പപ്പേട്ടൻ അങ്ങനെ ഒരു മാറ്റി ചിന്താഗതിയിലേക്ക് വരാനുള്ള ഒരു കാരണം എന്താണ്? അല്ല, എനിക്ക് എല്ലാത്തരം സിനിമകളും കാണാൻ ഇഷ്ടമാണ്. ഞാൻ സിനിമ ഉണ്ടാക്കുന്ന, സത്യം പറഞ്ഞാൽ എനിക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. അതായത് എനിക്കിഷ്ടപ്പെട്ട സിനിമകളെ എനിക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുന്ന കഥകളാണ് ഞാൻ സിനിമയാക്കുന്നത്. അപ്പോൾ എനിക്ക് ഇന്ന ഒരു ജോണറിലെ സിനിമ മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റൂ എന്നില്ല. എനിക്ക് കാണാൻ ഇഷ്ടപ്പെടുന്ന സിനിമകളെല്ലാം എനിക്ക് ചെയ്യാനും പറ്റുമെന്നൊരു കോൺഫിഡൻസ് എനിക്കുണ്ട്. അപ്പോൾ ഇത്തരം സിനിമകൾ എനിക്ക് കാണാൻ ഇഷ്ടമാണ്. അപ്പോൾ ഈ കഥ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, എനിക്ക് ഇമ്പ്രസ് ചെയ്തു. എനിക്ക് തീർച്ചയായിട്ടും ഈ സിനിമ എനിക്ക് ഇഷ്ടമാവുന്ന സിനിമയായിരിക്കും എനിക്ക് തോന്നി. അങ്ങനെയാണ് ഞാൻ ഈ സിനിമ ചെയ്യാൻ തീരുമാനിക്കുന്നത്. ഈ ഡയറക്ഷൻ ഏത് വലിയ സിനിമ ചെറിയ സിനിമ റിസ്ക് ഒന്ന് തന്നെയാണ്. റിസ്ക് ഒന്നാണ്, മാറ്റമൊന്നും. അതെ. പക്ഷെ നമുക്ക് ഇഷ്ടപ്പെട്ടാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് മാത്രമുള്ള വ്യത്യാസം. നമുക്ക് ഇഷ്ടപ്പെടണം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ഇഷ്ടപ്പെടണം എന്നുള്ളതാണ്. എന്റെ സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടാലേ എനിക്ക് ചെയ്യാൻ പറ്റും. പപ്പേട്ടൻ കേട്ട കഥകൾ ഇഷ്ടപ്പെടാതെ, പപ്പേട്ടൻ ഇഷ്ടപ്പെടില്ല, ഒരു റൈറ്റർ വന്ന് കഥ പറയൽ പ്രൊഡ്യൂസർ പപ്പേട്ടന് ഇഷ്ടപ്പെട്ടിട്ടില്ല, എനിക്കത് പറ്റിയ പടമല്ല എന്ന് മാറ്റിവെച്ച സിനിമകളും ഉണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും. പിന്നീട് ആ സിനിമകൾ തിയേറ്ററിൽ ഹിറ്റ് അടിച്ചിട്ടുണ്ടാവോ? ഹിറ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ പപ്പേട്ടൻ അത് അന്ന് ഞാൻ ചെയ്തത് തെറ്റായി അല്ലെങ്കിൽ തോന്നിയിട്ടില്ല. എനിക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ കഥ നല്ലതായിരിക്കും, പക്ഷെ എനിക്ക് എന്റെ ലിമിറ്റേഷൻ എത്തുന്നതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ല. എനിക്ക് കുറെ ലിമിറ്റേഷൻ ഉണ്ട്. എന്റെ ഒരു ഡയറക്ടർ എന്നുള്ള എല്ലാത്തരം സിനിമകളും എനിക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആ ലിമിറ്റേഷനകത്ത് പുറത്തുള്ള സിനിമകൾ എനിക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത്തരം സിനിമകൾ ചെയ്യാൻ പറ്റാത്തതിൽ എനിക്ക് പ്രത്യേകിച്ച് വിഷമമൊന്നുമില്ല. ഒന്നും ഉണ്ടായിട്ടില്ല. നമുക്ക് പറ്റുന്നില്ല. അല്ലെ? ഓരോ ആർട്ടിസ്റ്റുകളെ തെരഞ്ഞെടുക്കുമ്പോഴും പപ്പേട്ടന്റെ ഒരു ഇടപെടൽ ഉണ്ടല്ലോ, ഡയറക്ടറിനുണ്ടല്ലോ. ഇന്ന ആർട്ടിസ്റ്റ് ഇപ്പം ഇവര് തന്നെ പറഞ്ഞു ഇതേ ഇന്ന ആളാണ് നമുക്ക് അവിടെ വെക്കേണ്ടത്. പക്ഷെ പപ്പേട്ടൻ പറയും എനിക്കത് പറ്റിയതല്ല എന്ന് ആർജവത്തോട് പറയുന്ന ഒരു ഡയറക്ടർ തന്നെയാണെന്ന് എന്റെ അറിവ്. തീർച്ചയായിട്ടും അത് പറയേണ്ടത് എന്ന് വെച്ചാൽ ഞാൻ നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കും. അല്ലാതെ ഞാൻ അതിന് വേണ്ടി വഴക്കടിക്കുക, അതിന്റെ ഈഗോ കാണിക്കാറില്ല. നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കും. അല്ല, അത് നമ്മുടെ സിനിമയുടെ വിജയത്തിന് വേണ്ടിയാണ്. അതെ, തീർച്ചയായിട്ടും. ചേഞ്ച് ആകണമെങ്കിൽ മൈജി തന്നെ പോണം. ലേറ്റസ്റ്റ് ബ്രാൻഡ് മൊബൈലുകളും ബെസ്റ്റ് ആക്സസറീസ്, ഒറിജിനൽ ബ്രാൻഡുകളുടെ വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. ചേഞ്ച് ആകൂ, വേറൊരു റേഞ്ച് ആകൂ. Neetu's Academy, India's #1 language academy.